തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉച്ചഭാഷിണി ഉപയോഗിക്കുമ്പോൾ സ്ഥാനാർത്ഥികളുടെ ചെലവ് വർദ്ധിക്കും. സ്വകാര്യ വാഹനങ്ങളിൽ അനൗൺസ്മെന്റ് ചെയ്യാൻ അനുമതി ലഭിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. രാഷ്ട്രീയ പാർട്ടികൾ ഈ നിലപാടിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുമ്പോൾ ടാക്സി ഡ്രൈവർമാർ ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയാണ്. നാം അറിയുന്ന, നമ്മെ അറിയുന്ന, ജനമറിയുന്ന, ജനത്തെ അറിയുന്ന, നാടറിയുന്ന, ഈ നാടിനെ അറിയുന്ന, നാടിൻ്റെ നാഡീസ്പന്ദനം തൊട്ടറിയുന്ന നമ്മുടെ പ്രിയങ്കരനായ സാരഥി. ഇത്തരത്തിലുള്ള ഉച്ചഭാഷണികൾ ഇനി മുതൽ സ്വകാര്യ വാഹനങ്ങളിൽ അനുവദനീയമല്ല. ടാക്സി വാഹനങ്ങൾ തന്നെ വേണം. കേരള പോലീസിൻ്റെ തുണ സൈറ്റിലൂടെയാണ് വാഹനങ്ങളിൽ ഉച്ചഭാഷണി ഉപയോഗിച്ച് പ്രചരണം നടത്തുവാൻ അപേക്ഷ സമർപ്പിക്കേണ്ടത്. മുൻപ് വാഹനങ്ങളുടെ പേപ്പർ ഭാഗങ്ങൾ പരിശോധിച്ച് അനുമതി നൽകുകയായിരുന്നു പതിവ്. ഇനി മുതൽ ടാക്സി വാഹനങ്ങളാണെങ്കിൽ മാത്രമേ ഉച്ചഭാഷണി ഉപയോഗിക്കാൻ അനുമതി ലഭിക്കൂ. ഇത് സ്ഥാനാർത്ഥികളുടെ ചെലവ് വർദ്ധിപ്പിക്കുമെന്നാണ് രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട്. നമ്മളിപ്പം തീർച്ചയായിട്ടും പോയി വലിയ പണം കൊടുത്ത് വാഹനങ്ങൾ വാടകയ്ക്ക് എടുക്കേണ്ടി വരുമല്ല ചെയ്യുന്നത് ഓരോ ദിവസവും. മറ്റേത് നമ്മൾക്ക് ഒരു സ്വന്തം ഒരു വാഹനം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വാഹനത്തിൽ നമ്മൾക്ക് പെട്രോൾ അടിച്ച് അല്ലെങ്കിൽ നമ്മളുടെ സഹായികളായിരിക്കുന്ന ആളുകളെ ഉപയോഗിച്ച് നമുക്ക് അത്തരം പ്രവർത്തനങ്ങൾ നടത്തുക വഴി വളരെ ചിലവ് കുറച്ച് ചെയ്യാമായിരുന്നതാണ്. അപ്പം ഇപ്പോൾ പണച്ചെലവ് ഉറപ്പായിട്ടും വർദ്ധിക്കും. പതിനായിരക്കണക്കിന് രൂപകൾ, ലക്ഷക്കണക്കിന് രൂപകളായിട്ട് വർദ്ധിക്കും. അത് പാവപ്പെട്ടവരും സാധാരണക്കാരുമായിരിക്കുന്ന ആളുകൾക്ക് താങ്ങാൻ പറ്റത്തില്ല. ആ പ്രവർത്തനങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് അവർ പുറകോട്ട് പോകേണ്ടതായി വരും. എന്നാൽ ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയാണ് ടാക്സി ഡ്രൈവർമാർ. ഞങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇതുപോലുള്ള കാര്യങ്ങൾക്ക്, അനൗൺസ്മെൻറ്റ് മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, പ്രചരണങ്ങൾക്ക് പ്രൈവറ്റ് വാഹനം ഉപയോഗിക്കുന്നത് ഞങ്ങളുടെ ഭാഗമല്ലാതെ അനൗൺസ്മെൻറ്റിന് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ അത് കൃത്യമായിട്ടും പ്രൈവറ്റ് വാഹനങ്ങൾ പാടില്ല, അത് പെർമിറ്റ് വാഹനങ്ങളായിരിക്കണം. അതാണ് ഞങ്ങളുടെ ഒരു പ്രധാനമായ അഭിപ്രായം. ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് 25,000-വും, ബ്ലോക്ക് പഞ്ചായത്ത് മുനിസിപ്പൽ കൗൺസിലിൽ 75,000-വും, ജില്ലാ പഞ്ചായത്ത് കോർപ്പറേഷൻ പരിധിയിൽ 1,50,000 രൂപയുമാണ് പരമാവധി തെരഞ്ഞെടുപ്പിൽ ചെലവഴിക്കാൻ കഴിയുന്ന തുക. വാഹന വാടക ഇനത്തിൽ ചെലവ് വർദ്ധിക്കുമ്പോൾ കണക്ക് പിടിച്ചു നിർത്താൻ സ്ഥാനാർത്ഥികൾ വിയർപ്പൊഴുക്കേണ്ടി വരും. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.